ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാം മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലേ. നമ്മളൊക്കെ പലതരത്തിലുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റാണ്ട് എന്ത് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടാലും എന്താവില്ല, നമ്മുടെ ഒരു ടേണിങ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൈൻഡ് സെറ്റ് മാറ്റണം. അതുപോലെ തന്നെ നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിരിക്കണം. അവിടെ നിന്ന് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കാനില്ല. സെൽഫ് മോട്ടിവേഷനാണ് ഏതൊരു വ്യക്തിയുടെയും പവർ എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയത് ഞാൻ കണ്ടെത്തുമ്പോൾ അവിടെയാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഗതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ മറ്റൊരാളെ കണ്ടിട്ടല്ല മോട്ടീവ് ആവേണ്ടത്, നമ്മളെ തന്നെ കണ്ടിട്ട് മോട്ടീവ് ആവണം. അവിടെ നിന്നാണ് നമ്മൾ ഇത് നമ്മളൊക്കെ പറയാറില്ലേ, ഒരു മിടുപ്പ് വരിക എന്ന് പറയാറില്ലേ, ആ സംഗതി അരിച്ച് കയറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം, നമ്മളെ മൈൻഡിലേക്ക് എത്തണം, നമ്മളെ ബ്ലഡിലേക്ക് എത്തണം. അതായിരിക്കണം നമ്മളെ ഏറ്റവും വലിയ ലഹരി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടേണിങ്സ് ഉണ്ടാവും. ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള തിങ്കിങ്ങുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടും. അവിടെ നിന്നും നിങ്ങൾ നല്ല നല്ല ക്രൈറ്റീരിയകളിൽ സെലക്ട് ചെയ്ത് മുന്നേറാൻ നിങ്ങൾ പഠിക്കും. നിങ്ങളെന്ത് ചെയ്യുക? വിഷ് ചെയ്തത് നിർത്തുക. സ്റ്റോപ്പ് യുവർ വിഷിങ് സ്റ്റൈൽ. നിങ്ങൾ മറ്റൊരാൾ വിഷ് ചെയ്യുന്നത് ദയവ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. സ്റ്റാർട്ട് ഡൂയിങ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്ത് പഠിക്കുക, നമ്മൾ ചെയ്ത് തുടങ്ങുക. അവിടെ നമുക്ക് ഗ്രോയിങ് സംഭവിക്കും. അത് എന്തിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും കൺസെപ്റ്റുകളിലാണെങ്കിലും, ഇനി എന്ത് തരം അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ അച്ചീവ്മെൻറ്റ്സിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള വഴി ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നല്ല ഒരു സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ ആവുക. മറ്റുള്ളവരെ വിഷ് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് നിങ്ങളെ തന്നെ വിഷ് ചെയ്തുകൊണ്ട് പുതിയ സംഗതികൾ ചെയ്ത് പഠിക്കുക, ചെയ്ത് മുന്നേറുക. ഓക്കെ, താങ്ക് യു.